Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, സീറോ മലബാർ സഭയുടെ ആരാധനാ വർഷത്തിൽ കൈത്താക്കാലത്തിൻ്റെ ആരംഭത്തിൽ ആചരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളുകളിൽ ഒന്നാണ് 12 സ്ലീഹന്മാരുടെ തിരുനാൾ അഥവാ നൂസർദേൽ. സുറിയാനി പദമായ നൂസർദേൽ സ്ലീഹന്മാരുടെ സ്മരണയെയും അവരുടെ ദൗത്യത്തെയും പ്രഘോഷിക്കുന്ന ദിനത്തെ സൂചിപ്പിക്കുന്നു. സഭയുടെ ചരിത്രത്തിൽ സ്ലീഹന്മാർക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ക്രിസ്തുവിൻ്റെ ജീവിതവും മരണവും ഉത്ഥാനവും ലോകത്തോട് പ്രഖ്യാപിച്ച ആദ്യ സാക്ഷികൾ അവർ ആയിരുന്നു. ഇന്നത്തെ തിരുവചന വായനകളെല്ലാം 12 എന്ന ദൈവീക പ്രതീകത്തെ കേന്ദ്രീകരിച്ചാണ് ക്രമീകരിച്ചിരിക്കുന്നത്. യാക്കോബിൻ്റെ 12 പുത്രന്മാർ, യോർദാനിൽ സ്ഥാപിച്ച 12 സ്മാരകശിലകൾ, സ്വർഗീയ ജെറുസലേമിൻ്റെ 12 അടിസ്ഥാന കല്ലുകൾ, യേശു തിരഞ്ഞെടുത്ത 12 സ്ലീഹന്മാർ, ഇവയെല്ലാം ചേർന്ന് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ സമഗ്ര ചിത്രമാണ് അവതരിപ്പിക്കുന്നത്. ഈ വായനകളിലൂടെ സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു പ്രധാന സത്യമാണ്. ദൈവം തൻ്റെ ജനത്തെ ചരിത്രത്തിലൂടെ രൂപപ്പെടുത്തുകയും ഓർമ്മയിലൂടെ നയിക്കുകയും സാക്ഷികളിലൂടെ രക്ഷയുടെ സന്ദേശം ലോകത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. സുറിയാനി പാരമ്പര്യത്തിൽ കൈത്താക്കാലം വിളവെടുപ്പിൻ്റെ കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. കർഷകൻ മാസങ്ങളോളം കാത്തിരുന്ന് വിതച്ച വിത്തുകൾ കൊയ്യുന്ന സമയമാണ്. എന്നാൽ സഭയുടെ ആരാധനയിൽ കൈത്താക്കാലം വെറും കാർഷിക പ്രതീകമല്ല, ഇത് സുവിശേഷത്തിൻ്റെ വിളവെടുപ്പിനെയും സൂചിപ്പിക്കുന്നു. യേശു പറഞ്ഞത് വിളവ് വളരെ, വേലക്കാരോ ചുരുക്കം എന്നാണ്. ക്രിസ്തു വിതച്ച സുവിശേഷത്തിൻ്റെ വിത്തുകൾ ലോകമെങ്ങും വളർന്ന് ഫലം കായ്ക്കാൻ കാരണമായ ആദ്യത്തെ വേലക്കാർ സ്ലീഹന്മാരാണ്. അവർ ഇല്ലായിരുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ സന്ദേശം യഹൂദയുടെ അതിർത്തിക്കപ്പുറം എത്തുമായിരുന്നില്ല. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്ന വാക്ക് ഇവിടെ വളരെ പ്രസക്തമാണ്. ഓരോ തലമുറയും സുവിശേഷത്തിൻ്റെ വിളവെടുപ്പിൽ പങ്കാളികളാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് കൈത്താക്കാലം നമ്മോട് ചോദിക്കുന്നു, ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ വിതച്ച വിശ്വാസം ഞാൻ മറ്റുള്ളവരിലേക്ക് പകർന്നിട്ടുണ്ടോ? ഉൽപ്പത്തി പുസ്തകത്തിലെ ഇന്നത്തെ വായനയിൽ യാക്കോബിൻ്റെ 12 പുത്രന്മാരുടെ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവർ പിന്നീട് ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളുടെ പിതാക്കന്മാരായി മാറി. ബൈബിളിൽ 12 എന്ന സംഖ്യ പൂർണ്ണതയെയും ദൈവജനത്തിൻ്റെ സമഗ്രതയെയും സൂചിപ്പിക്കുന്നു. പഴയ നിയമത്തിൽ നാം കാണുന്നുണ്ട് 12 ഗോത്രങ്ങൾ, 12 അപ്പങ്ങൾ, 12 ഗോത്രങ്ങളുടെ അവകാശഭൂമി. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 12 സ്ലീഹന്മാർ, 12 കവാടങ്ങൾ, 12 അടിസ്ഥാന കല്ലുകൾ. വിശുദ്ധ ജെറോം ഇങ്ങനെ എഴുതുന്നു: 12 ഗോത്രങ്ങളിലൂടെ ദൈവം ഇസ്രായേലിനെ രൂപപ്പെടുത്തിയതുപോലെ 12 സ്ലീഹന്മാരിലൂടെ ക്രിസ്തു പുതിയ ഇസ്രായേലായ സഭയെ രൂപപ്പെടുത്തി. യേശു 12 പേരെ തിരഞ്ഞെടുത്തത് ഒരു ഭരണസമിതി ഉണ്ടാക്കാനല്ല, പഴയ ഉടമ്പടിയുടെ പൂർത്തീകരണമായി പുതിയ ദൈവജനത്തെ സ്ഥാപിക്കാനാണ്. ഇത് സഭയുടെ അപ്പസ്തോലിക സ്വഭാവത്തിൻ്റെ ആദ്യ സൂചനയാണ്. ജോഷുവയുടെ പുസ്തകത്തിലെ വായനയിൽ ഇസ്രായേൽ ജനത യോർദാൻ നദി കടന്ന് വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കുന്നു. ദൈവം ജോഷുവയോട് 12 കല്ലുകൾ എടുത്ത് സ്മാരകമായി സ്ഥാപിക്കുവാൻ കൽപ്പിക്കുന്നു. ഈ കല്ലുകളുടെ ലക്ഷ്യം എന്തായിരുന്നു? നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ നിങ്ങൾ അവരോട് ദൈവത്തിൻ്റെ അത്ഭുതം പറയേണ്ടതിനു വേണ്ടി. ഇവിടെ നാം കാണുന്നത് ഒരു ഓർമ്മയുടെ ദൈവശാസ്ത്രമാണ്. വിശ്വാസം മറവിയുടെ ശത്രുവാണ്. മനുഷ്യൻ ദൈവത്തെ മറക്കുമ്പോൾ പാപത്തിലേക്ക് വീഴുന്നു. ദൈവത്തെ ഓർമ്മിക്കുമ്പോൾ വിശ്വാസത്തിൽ വളരുന്നു. സഭാപിതാവായ ഒറിജിൻ പറയുന്നു, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഓർമ്മിക്കുന്ന ഹൃദയം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പല ആത്മീയ സ്മാരകശിലകളുമുണ്ട്. മാമോദീസാ ദിനം, വിവാഹ ദിനം, വൈദിക അഭിഷേക ദിനം, കുടുംബ പ്രാർത്ഥന, ദിവ്യകാരുണ്യ സ്വീകരണം, തീർത്ഥാടനം. ഇവയെല്ലാം ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഓർമ്മിപ്പിക്കുന്ന യോർദാനിലെ കല്ലുകളാണ്. വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ ദർശിക്കുന്ന
സ്വർഗീയ ജെറുസലേം സഭയുടെ പൂർത്തീകരിക്കപ്പെട്ട രൂപമാണ്. ആ നഗരത്തിൻ്റെ മതിലുകൾക്ക് 12 അടിസ്ഥാന കല്ലുകളുണ്ട്. അവയിൽ എഴുതപ്പെട്ടിരിക്കുന്നത് ആരുടെ പേരുകളാണ്? കുഞ്ഞാടിൻ്റെ 12 ശ്ലീഹന്മാരുടെ പേരുകൾ. ഇത് ഒരു വലിയ ദൈവശാസ്ത്ര സത്യത്തിലേക്ക് നമ്മെ നയിക്കുന്നു. സഭയുടെ അടിത്തറ ക്രിസ്തുവാണ്. എന്നാൽ ആ അടിത്തറ ലോകത്തിൽ പ്രത്യക്ഷമാകുന്നത് ശ്ലീഹന്മാരിലൂടെയാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ലൂമൻ ജെൻസിയം രേഖ നമ്മെ പഠിപ്പിക്കുന്നു. ശ്ലീഹന്മാരുടെ ദൗത്യം ലോകാവസാനം വരെ നിലനിൽക്കേണ്ടതിനാൽ അവർ തങ്ങളുടെ പിൻഗാമികളായി മെത്രാന്മാരെ നിയമിച്ചു. ഇതാണ് അപ്പസ്തോലിക് സക്സഷൻ അഥവാ അപ്പസ്തോലികതയുടെ പിന്തുടർച്ച. ഇന്ന് മാർപ്പാപ്പ വിശുദ്ധ പത്രോസിൻ്റെ പിൻഗാമിയാണ്. മെത്രാന്മാർ ശ്ലീഹന്മാരുടെ പിൻഗാമികളാണ്. പുരോഹിതന്മാർ അവരുടെ സഹപ്രവർത്തകരാണ്. അതുകൊണ്ട് സഭ ഒരു ചരിത്ര സംഘടന മാത്രമല്ല, ശ്ലീഹന്മാരുടെ സാക്ഷ്യത്തിൽ നിലകൊള്ളുന്ന അപ്പസ്തോലിക സമൂഹമാണ്. സുവിശേഷ ഭാഗത്തിൽ യേശു 12 ശ്ലീഹന്മാരെ വിളിക്കുകയും അധികാരം നൽകുകയും അയക്കുകയും ചെയ്യുന്നു. ഇവിടെ 3 പ്രധാന ഘട്ടങ്ങളുണ്ട്. ഒന്ന്, വിളി. ആദ്യം യേശു വിളിച്ചു. ശിമയോൻ പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, മത്തായി ഇവർ ആരും ലോകത്തിൻ്റെ കണ്ണിൽ മഹാന്മാരല്ലായിരുന്നു. എന്നാൽ ദൈവം സാധാരണക്കാരെ ഉപയോഗിച്ച് അസാധാരണ കാര്യങ്ങൾ ചെയ്യുന്നു. സഭാപിതാവായ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറയുന്നു, വിദ്വാൻമാരെയല്ല, സാധാരണക്കാരെ തിരഞ്ഞെടുത്ത് സുവിശേഷത്തിൻ്റെ ശക്തി ദൈവത്തിൽ നിന്നാണെന്ന് ലോകം തിരിച്ചറിയേണ്ടതിനു വേണ്ടിയാണ്. രണ്ടാമത്, അധികാരം. ശിഷ്യന്മാർക്ക് യേശു അധികാരം നൽകി. ഈ അധികാരം രോഗശാന്തിക്കായി, ദുരാത്മാക്കളെ പുറത്താക്കാൻ, സുവിശേഷം അറിയിക്കാൻ, ഇവയ്ക്കെല്ലാം വേണ്ടിയായിരുന്നു. ക്രിസ്തീയ നേതൃത്വത്തിൻ്റെ മാതൃക ആധിപത്യമല്ല, ശുശ്രൂഷയാണ്. വിശുദ്ധ ഗ്രിഗറി ദ ഗ്രേറ്റ് പറയുന്നു, നേതൃത്വം ഒരു പദവിയല്ല, ഉത്തരവാദിത്തമാണ്. മൂന്നാമത്, അയക്കൽ. ശ്ലീഹൻ എന്ന ഗ്രീക്ക് വാക്കായ അപ്പസ്തോലോസിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണ്. എന്നാൽ ശ്ലീഹത്വത്തിൻ്റെ ഹൃദയഭാഗം മിഷനാണ്. മാർപ്പാപ്പ പോൾ ആറാമൻ തൻ്റെ പ്രസിദ്ധമായ ഇവാഞ്ചേലി നുൻഷ്യാന്തി രേഖയിൽ എഴുതുന്നു, സുവിശേഷവൽക്കരണം സഭയുടെ ആഴമേറിയ സ്വതത്വമാണ്. സഭ മിഷണറി ആയില്ലെങ്കിൽ അവൾക്ക് തന്നെ യഥാർത്ഥ സ്വഭാവം നഷ്ടപ്പെടും. വിശുദ്ധ ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്യ പ്രകാരം പറയുന്നു, ശ്ലീഹന്മാർ ക്രിസ്തുവിൻ്റെ മനസ്സും ഹൃദയവും ലോകത്തിലേക്ക് കൊണ്ടുപോയവരാണ്. ഈ പിതാക്കന്മാരുടെ ചിന്തകളിൽ ഒരു പൊതു സന്ദേശമുണ്ട്. ശ്ലീഹന്മാരുടെ മഹത്വം അവരുടെ ശക്തിയിലല്ല, ക്രിസ്തുവിനോടുള്ള വിശ്വസ്തതയിലാണ്. എന്താണ് ശ്ലീഹന്മാരുടെ പങ്ക് സഭയുടെ ജീവിതത്തിൽ? സുവിശേഷ പ്രഘോഷണം. ലോകത്തിൻ്റെ അറ്റങ്ങളിലേക്ക് ക്രിസ്തുവിൻ്റെ സന്ദേശം അവർ എത്തിച്ചു. വിശ്വാസത്തിൻ്റെ സംരക്ഷണം. തെറ്റായ പഠനങ്ങളിൽ നിന്ന് സഭയെ സംരക്ഷിച്ചു. കൂദാശകളുടെ പാരമ്പര്യം സഭയുടെ ആരാധനാ ജീവിതത്തിന് അടിത്തറയിട്ടു. സമൂഹ നിർമ്മാണം. ആദ്യ ക്രൈസ്തവ സമൂഹത്തെ രൂപപ്പെടുത്തി. രക്തസാക്ഷിത്വം. മിക്ക ശ്ലീഹന്മാരും അവരുടെ ജീവൻ സമർപ്പിച്ചു. അവരുടെ പ്രസംഗം വാക്കുകളേക്കാൾ ശക്തമായിരുന്നു, കാരണം അത് ജീവിതം കൊണ്ട് മുദ്രവയ്ക്കപ്പെട്ടതായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നു, പുറത്തേക്ക് പോകുന്ന സഭയായിരിക്കണം സഭ. ബെനഡിക്റ്റ് 16 പാപ്പ പറയുന്നു, ശ്ലീഹന്മാർ ഒരാശയമല്ല, ഒരു വ്യക്തിയെ, യേശുവിനെ പ്രഖ്യാപിച്ചു. വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ പറയുന്നത്, പുതിയ സുവിശേഷവൽക്കരണത്തിന് പുതിയ തീക്ഷ്ണത ആവശ്യമാണെന്നാണ്. ഇന്ന് സോഷ്യൽ മീഡിയയുടെയും സാങ്കേതിക വിദ്യയുടെയും കാലഘട്ടത്തിൽ ഓരോ ക്രിസ്ത്യാനിക്കും പുതിയ ശ്ലീഹനാകാനുള്ള അവസരമുണ്ട്. സ്വന്തം കുടുംബത്തിൽ മാതാപിതാക്കൾ മക്കളുടെ ആദ്യ ശ്ലീഹന്മാരാണ്. വിദ്യാലയത്തിൽ അധ്യാപകൻ അറിവ് മാത്രമല്ല, മൂല്യങ്ങളും പകരണം. വൈദികരിൽ പുരോഹിതനൊരു അഡ്മിനിസ്ട്രേറ്റർ മാത്രമല്ല, ശ്ലീഹന്മാരുടെ ദൗത്യത്തിൻ്റെ പങ്കാളിയാണ്. യുവജനങ്ങളിൽ ക്രിസ്തുവിനെക്കുറിച്ച് ലജ്ജിക്കാതെ സാക്ഷ്യം പറയാൻ ധൈര്യം വേണം.
എല്ലാ വിശ്വാസികളും, മാമോദിസ സ്വീകരിച്ച ഓരോ വിശ്വാസികളും മിഷണറിമാരാണ്. യാക്കോബിൻ്റെ 12 പുത്രന്മാരിൽ ആരംഭിച്ച് ദൈവജനത്തിൻ്റെ യാത്ര യോർദാനിലെ 12 സ്മാരക ശിലകളിലൂടെ കടന്നുപോയി 12 സ്ലീഹന്മാരിലൂടെ സഭയുടെ അടിത്തറയായി മാറി. ഒടുവിൽ സ്വർഗീയ ജെറുസലേമിൻ്റെ 12 അടിസ്ഥാന കല്ലുകളിൽ പൂർത്തീകരിക്കപ്പെടുന്നു. കൈത്താക്കാലത്തിൻ്റെ ഈ വിശുദ്ധ ദിനത്തിൽ സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: നാം വെറും വിശ്വാസികൾ മാത്രമല്ല, അയക്കപ്പെട്ടവരാണ്. നമ്മുടെ കുടുംബങ്ങളിലും ഇടവകകളിലും വിദ്യാലയങ്ങളിലും സമൂഹത്തിലും ക്രിസ്തുവിൻ്റെ സാക്ഷികളാകാൻ നമുക്ക് വിളിയുണ്ട്. സ്ലീഹന്മാരുടെ ധൈര്യവും വിശ്വാസവും മിഷണറി തീഷ്ണതയും നമ്മുടെ ജീവിതത്തിൽ ജ്വലിക്കട്ടെ. അപ്പോൾ മാത്രമേ കൈത്താക്കാലത്തിൻ്റെ വിളവെടുപ്പ് ഇന്നും തുടരുന്നുവെന്ന് ലോകം തിരിച്ചറിയുകയുള്ളൂ. നിങ്ങൾക്ക് സൗജന്യമായി ലഭിച്ചു, സൗജന്യമായി കൊടുക്കുവിൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.